നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഐശ്വര്യടുത്താണല്ലോ, ഇനി അച്ഛൻ പറഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കോ? അങ്ങനെ വരില്ല. അവിടെ അച്ഛനും മറ്റാരും വിവരം അറിഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനു വിളിക്കുന്ന? ഹലോ, ശ്യാമേ, എവിടെയാ? ഞാൻ പുറത്താ. ഹോസ്പിറ്റലിലല്ലേ? അല്ല, നീ ചെക്കപ്പിന് പോയതാണോ? ഞാൻ ഹോസ്പിറ്റലിലാണ്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? അത് ശ്യാമേ, ഊഹിച്ചതാ. എന്താ ഐശ്വര്യടുത്തേക്ക് ജ്യോതിഷം അറിയോ? ഗണിച്ചു ഊഹിച്ചൊക്കെ പറയാൻ. അല്ല, ശ്യാമ വിളിച്ചപ്പോഴേ ഫോണിലൂടെ ഒരു ആംബുലൻസിന്റെ ശബ്ദം കേട്ടു. അതിനിവിടെ ആംബുലൻസ് ഒന്നും പോയില്ലല്ലോ. ആണോ എന്ന് എനിക്ക് തോന്നിയതായിരിക്കും. അല്ല ശ്യാമേ, വെറുതെ ഹോസ്പിറ്റലിൽ പോകുന്ന എന്തിനാ? അതോ ആർക്കെങ്കിലും വല്ല അപകടവും സംഭവിച്ചോ? ആർക്ക് എന്ത് സംഭവിച്ചു നേട്ടത്തി പറയുന്നത്? അല്ല, ആർക്കാ പറ്റാത്തെ? വാഹനം ഓടിച്ചാ എപ്പോഴും അപകടം പറ്റാം. ബ്രേക്ക് ഒന്ന് പോയാ തീർന്നില്ലേ കാര്യം. ഇപ്പൊ എന്താ ഇതൊക്കെ ചോദിക്കാൻ കാരണം? അല്ല, എന്തെങ്കിലുമൊക്കെ ചോദിക്കണല്ലോ എന്ന് കരുതി ചോദിച്ചതാ. ശരി, ഞാൻ കുറച്ച് തിരക്കില്ല, വിളിക്കാം. വസന്തരാമയും കൊച്ചുമോളും തീർന്നോന്നറിയാനുള്ള ആകാംക്ഷയിൽ വിളിച്ചു പോയതാ. ഇത് പ്രശ്നമാവോ? എന്തായാലും വസന്തരാമയും ശ്രീകുട്ടിയും ഹോസ്പിറ്റലിലാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത ആക്സിഡന്റും നടന്നു. ഈശ്വര, ഇനി രണ്ടും രക്ഷപ്പെട്ടു കളയോ? അതാ എന്റെ പേടി. അപ്പൊ കാറിന്റെ ബ്രേക്ക് പോയത് യാദൃശ്ചികമല്ല, അത് മനഃപൂർവ്വം ചെയ്തതാ. അങ്ങനെ വരാനേ വഴിയുള്ളൂ. ആക്സിഡന്റ് നടന്നപ്പോ ഞാൻ മോളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടി എവിടെ ഇടിച്ചിട്ടൊന്നുമില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ മോൾക്ക് എങ്ങനെയാ ബോധം പോയത്? അതെനിക്ക് മനസ്സിലാവാത്തത്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ദൈവമേ, ചിലപ്പോ ശ്രീകുട്ടി പേടിച്ചിട്ടുണ്ടാവും, അതായിരിക്കും. അല്ലാതെ വേറൊരു പ്രശ്നവും കാണില്ല. ഒക്കെ കണ്ണും കാത്തോളും. മോളെ, പേടിക്കാനൊന്നുമില്ല, മോള് കണ്ണു തുറന്നു. ഡോക്ടർ, മോളെ ഞങ്ങൾ കാണുമ്പോ ബോധം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? കൊച്ചുകുട്ടിയല്ലേ, ഭയന്നു പോയി. ആ ഷോക്കിൽ ബോധം പോയതാ. ഇപ്പൊ നോർമലായിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, നിങ്ങളൊന്ന് മോളെ കണ്ടോട്ടെ? ആ ഷുവർ, ചെന്നോളൂ. താങ്ക് യു ഡോക്ടർ. മോളെ, ശ്രീകുട്ടി പേടിച്ചു പോയോ? മോളേക്ക് മാറിക്കേ. മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല മോളെ, മോള് ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. പേടിക്കണ്ട കേട്ടോ. ഡ്രൈവർ അങ്കിളിനോ? ഇല്ല മോളെ, അങ്കിളിനൊന്നും ഇല്ല കേട്ടോ. ആ ട്രിപ്പ് ഒന്ന് കഴിഞ്ഞാൽ മോളെ വീട്ടിൽ കൊണ്ടുപോവാം. വേറെ മെഡിസിൻ ഒന്നും വേണ്ട. നിങ്ങൾക്കൊരു ചെക്കപ്പ് ഉണ്ട്, മറ്റൊന്നുമല്ല. ആക്സിഡന്റ് നടന്നതല്ലേ, ഒരു നോർമൽ ചെക്കപ്പ്. പേടിക്കാനൊന്നുമില്ല. ഞാൻ വന്നേക്കാം ഡോക്ടർ. ശരി. അമ്മ, ആദ്യമായിട്ടൻ ഇവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ചെറിയൊരു അത്യാവശ്യമുണ്ട്. എന്താ മോളെ? അത് പറയാം മാം. എനിക്കൊരു സംശയം. അമ്മയുടെ ചെക്കപ്പ് കഴിഞ്ഞ് ശ്രീകുട്ടിയും കുട്ടി നിങ്ങൾ വാ, ഞാൻ വീട്ടിലുണ്ടാവും. ശ്യാമിക്ക് എന്താ അത്യാവശ്യം? ഞാൻ പറയട്ടാ. എന്താ അമ്മേ? എന്ത് പറ്റി? അമ്മേ, മോളെ, മോളു, മോൾക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മ നോക്കിയേ, എനിക്കൊന്നുമില്ല. അമ്മയാകെ പേടിച്ചു പോയടാ.
അമ്മ പ്രശ്നമൊന്നുമില്ലല്ലോ? അമ്മ ചെറുതായിട്ടൊന്ന് ഭയന്നു. മോള് കൂടെ ഉണ്ടായിരുന്നല്ലേ, ഇപ്പൊ ടെൻഷനൊക്കെ പോയി. അമ്മേ നിങ്ങൾ വാ, ഇവിടെ കൂടുതൽ ഇങ്ങനെ നിന്നാ പറ്റില്ല. അത് കയറിയിട്ട് ബാക്കി സംസാരിക്കാം. വാ. അല്ല, പോലീസ് എന്താ മോളെ ഇവിടെ? എന്താ ശമി, എന്താ കാര്യം? കുറച്ചുകൂടി ക്ഷമിക്കാതെ കേട്ടോ. എന്താ ഏതാന്നൊക്കെ ഇപ്പൊ അറിയാം. അയ്യോ, എന്നെ രക്ഷിച്ച് ഈ വീട്ടിൽ തിരിച്ചു കയറ്റിയ മാഡം എന്റെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതായിരിക്കും. പോലീസുകാർക്ക് കുടുംബകാര്യത്തിൽ എന്തുമാത്രം ഉത്തരവാദിത്തമല്ലേ? ഭാഗ്യം, ഇവിടെ ഇപ്പോ അമ്മ എല്ലാരും എന്നെ പീഡിപ്പിച്ചുവെന്ന് SIയോട് പറയാം. എന്റെ പൊന്നു മാഡം, മാഡം ആണ് എന്നോട് ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞത്. അതെ. മാഡം, ഇവിടെ ആർക്കും എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. എന്റെ ഹസ്ബൻഡ് അരുൺ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിനൊരു പരിഹാരം മാഡം ഉണ്ടാക്കി തരണം. ഉം. അത് മാത്രമല്ല മാഡം, ദാ നോക്കിയേ, ഇവളെ ഈ അശ്വതിയെ സ്വന്തം ഭാര്യയെ പോലെ ഇവിടെ താമസിപ്പിച്ചിരിക്കുക എന്റെ ഹസ്ബൻഡ്. എന്റെ ഹസ്ബൻഡ് അരുണിന്റെ രണ്ടാം ഭാര്യ ഇവള്. ഇവളുടെ മോളാ ഇത്. ഈ വീട്ടില് മറ്റൊരു ഭാര്യ ഞാൻ എങ്ങനെ സഹിക്കും മാഡം? അമ്മയും മോളെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം മാഡം. പേടിക്കണ്ടോ. ഇവിടെ അമ്മ അച്ഛനും എല്ലാരും ഇവൾക്ക് സപ്പോർട്ടാ. പാവം, ഞാൻ ഒറ്റപ്പെട്ടു പോയി. എനിക്കൊരാശ്രയം മാഡം മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഈ അമ്മയും മോളെയും ഇവിടെ ഇറക്കി വിടണം മാഡം. ഞാൻ ഇത്രയും സങ്കടം പറഞ്ഞിട്ടും മാഡം തോന്നും മിണ്ടാത്തെ? ഞാനൊരു പാവമാ മാഡം. പോലീസെങ്കിലും എന്നോടൊപ്പം നിൽക്കണം. നിക്കാം, അതിനാ ഞങ്ങളിപ്പോ വന്നത്. അതെയോ? എന്നാ ഈ അശ്വതിയെ അറസ്റ്റ് ചെയ്യണം, വേഗം വേണം. ആരെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതെന്താ മാഡം ഒരു ദുസ്സൂചന പോലെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.